മാന്യതയുടെ തൊഴിലണിഞ്ഞ വഞ്ചകരെ കരുതിയിരിക്കുക. പ്രിയപ്പെട്ട പ്രവാസികളോടാണ് 2 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം പറഞ്ഞു തുടങ്ങാം. സൗദിയിൽ റിയാദിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് നാട്ടിലേക്ക് പോവാൻ തീരുമാനിക്കുന്നു. സന്തോഷത്തോടെയുള്ള യാത്രയെടുപ്പിനിടയിലാണ് യാത്രാ വിവരം അറിഞ്ഞ് നാട്ടിൽ സുപരിചിതനായ സുഹൃത്ത് കാണാൻ വരുന്നത്. നാട്ടിലേക്ക് കെട്ടുന്ന പെട്ടിയിൽ തന്റെ ഒരു ഫോണും കൂടി കൊണ്ടുപോകുമോ എന്നായിരുന്നു ആവശ്യം. എയർപോർട്ടിൽ അത് വാങ്ങാൻ ആൾ എത്തുമെന്നും പറഞ്ഞു. നാട്ടുകാരനാണ്, സുഹൃത്താണ്, ഒരുപാട് വർഷത്തെ പരിചയവുമുണ്ട്. ഒരു മൊബൈൽ ഫോൺ കൊണ്ട് പോകുന്ന കാര്യമല്ലേ, രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ഭംഗിയായി പൊതിഞ്ഞു കൊണ്ടുവന്ന മൊബൈൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റുവാങ്ങിച്ചു വെച്ചു. പോകുന്നതിന്റെ തൊട്ടു തലേന്ന് പെട്ടി കെട്ടുമ്പോഴാണ് എന്തോ ഭാഗ്യത്തിന് മൊബൈൽ പൊതി ഒന്ന് തുറന്നു നോക്കാൻ തോന്നിയത്. അതിനുള്ളിൽ വെളുത്ത പൊടികൾ അടങ്ങിയ പാക്കറ്റുകൾ, സാക്ഷാൽ മയക്കുമരുന്നു. വിശ്വാസത്തിന്റെ പൊതിയിൽ ഒളിച്ചുകടത്താൻ ശ്രമിച്ച കൊടും വഞ്ചന. പിന്നീട് ആളെ ഫോണിൽ മറ്റും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നോട്ട് റീച്ചബിൾ ആണ്. ഒന്നാലോചിച്ചു നോക്കൂ, ആ പൊതി അവൻ പൊട്ടിച്ചു നോക്കിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയാളുടെ കയ്യിൽ നിന്ന് ചെക്കിങ്ങിൽ എങ്ങാനും അത് പിടിച്ചെടുത്താൽ ആ ചെറുപ്പക്കാരന്റെ ഭാവി എന്തായിരിക്കും? ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് അവൻ ചെയ്തത് അല്ലെന്ന് പറഞ്ഞാൽ പോലും ആരെങ്കിലും വിശ്വസിക്കുമോ? എത്രയെത്ര പ്രവാസികളാണ് ഇത്തരം വഞ്ചനകളിൽ ചെന്നു ചാടുന്നത്. അതുകൊണ്ട് എത്ര വലിയ സുഹൃത്താണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം നാട്ടിലോട്ട് കൊണ്ടുപോകുക. കരുതിയിരുന്നാൽ ദുഃഖിക്കേണ്ടി വരില്ല.